കലൂർ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. ഉമാ തോമസിനുള്ള വെന്റിലേഷൻ സഹായം ഒഴിവാക്കി. അപകടനില പൂർണ്ണമായും തരണം ചെയ്യാത്തതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, നേരിയ പുരോഗതിയുണ്ട്, വെന്റിലേറ്റർ ഒഴിവാക്കിയിരിക്കുന്നു. നിലവിൽ ആരോഗ്യസ്ഥിതി എന്താണ്? ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്? വിവരങ്ങൾ. ധന്യ, അപകടം നടന്ന ശേഷം 6ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഉമാ തോമസ് എംഎൽഎ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഉമാ തോമസ് എംഎൽഎ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ശ്വാസകോശത്തിന്റെ സ്ഥിതി അല്ലെങ്കിൽ ശ്വാസകോശത്തിനേറ്റ പരിക്ക് അത് കുറഞ്ഞു വരുന്നുണ്ട്, അതിന്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ട്. ഒപ്പം തന്നെ കൗണ്ടും വൈറ്റൽസും ഒക്കെ സ്റ്റേബിൾ ആണ്. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാൻ തീരുമാനമായിരിക്കുന്നത്. പക്ഷേ അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ എംഎൽഎ തുടരുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിയ മക്കളോടും ഡോക്ടർമാരോടും ഉമാ തോമസ് എംഎൽഎ സംസാരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ നിരീക്ഷിച്ചാൽ മാത്രമേ അപകടനില തരണം ചെയ്തോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നാളെ രാവിലെ വരെ ഉമാ തോമസ് എംഎൽഎ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷിക്കും. അതിനുശേഷം അപകടനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഏതായാലും നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരാനാണ് തീരുമാനം. പക്ഷേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. 6 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ശേഷമാണ് ഒടുവിൽ ഇന്ന് രാവിലെ 11 മണിയോടെ വെന്റിലേറ്ററിൽ നിന്ന് ഉമാ തോമസ് എംഎൽഎ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിനായിരുന്നു ഉമാ തോമസ് എംഎൽഎക്ക് ഏറ്റവും ഗുരുതര പരിക്കേറ്റിരുന്നത്. പക്ഷേ അതിൻ്റെ അപകടാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ പരിക്കിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ട്. മരുന്നുകളോടക്കം ശരീരം പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെന്റിലേറ്റർ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയിരിക്കുന്നത്. ധന്യ. ശരി.